അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാർ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ആരാധനകളിലൂടെ നാം നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മധുരം. അതാണ് ആരാധനകളിലൂടെ നാം നേടിയെടുക്കേണ്ടത്. ഈമാനിന് മധുരമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ വർദ്ധിക്കുകയും അതിൻ്റെ തോത് കുറയുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിലെല്ലാം സഹാബത്ത് പ്രവാചകനോട് പരിതപിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ സദസ്സിൽ ലഭിക്കുന്ന ആ ഭക്തി അവിടുന്ന് പുറത്തു പോകുമ്പോൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഈമാൻ വർദ്ധിക്കുകയും അത് കുറയുകയും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. ഈമാനിന് മധുരമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ ഒരു വചനം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരാൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതായി തീരുക. അപ്പൊ അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുമ്പോഴാണ് നാം അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. പ്രിയപ്പെട്ടതാവുക എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അള്ളാഹു നിരോധിച്ച ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടവും അപ്രകാരം തന്നെ. കാരണം പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗികമായ പ്രാക്ടിക്കലായ രൂപമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് കുറെ തത്വങ്ങൾ പറഞ്ഞ് പ്രവാചകൻ അങ്ങ് പോവുകയല്ല ചെയ്തത്. പ്രവാചകൻ അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞത് എളുപ്പമാണ്, മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്കോ നിങ്ങൾക്കോ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അത് കുറച്ചൊരു കടുപ്പമാണ്, പ്രയാസമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിന് ചെറിയ പിഴവുണ്ട് എന്നാണ്. അത് തിരുത്താനുള്ള, അത് ശരിയാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഒരു അലസത നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു വിടുതൽ നേടിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള സുന്ദരമായ ഒരു അവസരമാണ്. അപ്പൊ ഒന്ന്, അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടതായി തീരണം. മറ്റൊന്ന്, ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക. നമ്മൾ ഓരോരുത്തരുമായി ചങ്ങാത്തം കൂടുന്നത് ആദർശത്തിന്റെ പേരിലാണ്. അതിന് വിരുദ്ധമായ ആദർശം അദ്ദേഹത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളെ കൈയൊഴിക്കും. അത് അയാളോടുള്ള വ്യക്തിവിരോധമല്ല, മറിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാം വിരുദ്ധമായതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കാത്ത കാര്യം പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ സ്നേഹവും സ്നേഹക്കുറവും അള്ളാഹുവിന്റെ പേരിലായാൽ അതിൽ യാതൊരു കുഴപ്പമില്ല. അതും ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യമാണ് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് നരകത്തീയിൽ എറിയുന്നതിന് അല്ലെങ്കിൽ തീയിൽ എറിയുന്നതിന് പോലെയാണ്, അല്ലെങ്കിൽ അത്ര ഭയാനകമായ കാര്യമാണ് എന്ന് വിചാരിക്കുക. കുഫറിലേക്ക് പോകുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് ഈമാനിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചത്. ആ ഈമാനിന്റെ വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്, ആരാധനയിൽ പങ്കെടുക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈമാനിന്റെ വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ്.
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈമാൻ നമുക്കിങ്ങനെ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈമാൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമ്മൾ സൗഭാഗ്യവന്മാരാണ്. നമ്മൾ ഒരിക്കലും തന്നെ കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാൻ പറയുന്നതല്ല, അള്ളാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ ഹിദായത്തിനെ ഒരാൾ ഫോളോ ചെയ്താൽ, അള്ളാഹുവിന്റെ ഈ സന്മാർഗത്തെ ഒരാൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവൻ വഴിപിഴച്ചു പോകില്ല, അവന് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇഹലോകത്തെയും പരലോകത്തെയും കാര്യമാണ് ഈ പറയുന്നത്. ഈ ദീൻ ഉൾക്കൊണ്ടാൽ ഒരാൾ പ്രയാസപ്പെടില്ല. ഈ ദീൻ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഉണ്ടാവില്ല, സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല, കുടുംബ ഛിദ്രത ഉണ്ടാവില്ല, സാമൂഹികമായ ഒറ്റപ്പെടൽ ഉണ്ടാവില്ല. ഈ ദീൻ സ്വീകരിച്ചാൽ അതിനൊക്കെ വിപരീതമായിക്കൊണ്ട് അയാൾക്ക് അയാളുടെ കുടുംബത്തിൽ സമാധാനം ലഭിക്കും, സമൂഹത്തിൽ അയാൾക്ക് അംഗീകാരം ലഭിക്കും, അയാൾക്ക് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും. അത് ഐശ്വര്യമാണ്. അത് സാമ്പത്തികമായ വർധനവിലല്ല. ബറക്കത്ത് എന്ന് പറയുന്നത് കുറെ ഉള്ളതിലല്ല. അള്ളാഹു നൽകിയതിൽ ബറക്കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മതിയായ അവസ്ഥയായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്ത് മതിയായ ഒരു അവസ്ഥ, ഒരു സംതൃപ്തി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ ഉൾക്കൊള്ളുമ്പോ നമുക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ നമ്മൾ വഴിപിഴച്ചു പോകില്ല, നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല ഇഹലോകത്തും പരലോകത്തും. അതെങ്ങനെയാവുമ്പോ അള്ളാഹുവിന്റെ ഈ ദീനിനെ മുറുകെ പിടിച്ച് ഈമാനിന്റെ ആ മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചിയും മധുരവും ഒക്കെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് സുഖം വേണം. ശരീരത്തിന് യാതൊരു സുഖമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കഞ്ഞി ആയാലും ബിരിയാണി ആയാലും അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെട്ട എന്തായാലും അയാൾ ആരോഗ്യമുള്ള കാലത്ത് കഴിച്ച എന്ത് സാധനം ആ രോഗാവസ്ഥയിൽ ലഭിക്കുമ്പോഴും അദ്ദേഹം ഒരു യാന്ത്രികമായി അത് കഴിക്കുമെന്നല്ലാതെ അദ്ദേഹത്തിന് അതിലൊരു ആസ്വാദനം കണ്ടെത്താൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു പോയിട്ടുണ്ട്, മനസ്സ് തളർന്നു പോയിട്ടുണ്ട്. ഇതുപോലെയാണ് ഈമാനിന്റെയും അവസ്ഥ. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പിഴവുകളോ കുഴപ്പങ്ങളോ, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചതവുകളോ ഉണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം നമുക്ക് ലഭിക്കില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കെട്ട ചിന്തകള്, നിഷേധ ചിന്തകള്, അഹങ്കാര ചിന്തകള്, അതുപോലെ വെറുപ്പ്, വിദ്വേഷം, ഇതുപോലുള്ള മാരകമായ വൈറസുകള് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈമാൻ അങ്ങോട്ട് പ്രവേശിക്കില്ല. അത് നമുക്കിട്ട് ആസ്വദിക്കാനും കഴിയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആസ്വദിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാലെ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഞങ്ങൾ നമസ്കാരത്തിലേക്കൊന്ന് വേഗം ചെല്ലട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു റാഹത്ത് കിട്ടട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമസ്കാരം എനിക്ക് എന്റെ ജീവിതത്തിലെ ഭൗതിക ചിന്തകളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട്, എന്റെ എല്ലാ ചിന്തകളിൽ നിന്നും അകന്നുകൊണ്ട് എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന ആരാധനയായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. ഒരുപാട് ചിന്തകള്, അതുപോലെ തന്നെ ഒരുപാട് കാട് കയറിയ അവസ്ഥ, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ നേടുവാനുള്ളതാണ് നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലതു ഖുറത്തു ഐനി ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ എനിക്കൊരു കൺകുളിർമ എനിക്ക് ലഭിക്കുന്നു എന്നാണ്. എന്താ ഈ കൺകുളിർമ എന്ന് പറയുന്നത്? മക്കളെ കാണുമ്പോൾ നമുക്ക് കൺകുളിർമ ഉണ്ടാവും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് അവരെ കാണുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു അനുഭൂതിയാണ്, അവരെ കേൾക്കുമ്പോൾ മതിയാകാത്തൊരവസ്ഥയാണ്. അതുപോലെ ഇണകളിലൂടെ നമുക്ക് ലഭിക്കുന്ന കൺകുളിർമ, നമസ്കാരത്തിലൂടെയും ആ കൺകുളിർമ ലഭിക്കണം. ഒരു മടുപ്പോട് കൂടിയായിട്ടല്ല നമ്മൾ ആരാധനകളെ സമീപിക്കേണ്ടത്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഒരു സ്വഭാവത്തിലല്ല അതിന് നാം കാണേണ്ടത്. നാം ആരാധനകൾ ആസ്വദിക്കുമ്പോൾ അത് തീർന്നു കിട്ടരുത് എന്നതായിരിക്കും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി നമസ്കരിച്ചപ്പോൾ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചവർ ആഗ്രഹിച്ചിരുന്നത് പ്രവാചകന്റെ നമസ്കാരം തീരരുത് തീരരുത് എന്നാണ്. പ്രവാചകന്റെ വാക്കുകൾ തീരരുത് തീരരുത് എന്നായിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ സഹാബത്ത് ഇരുന്നിരുന്നത്, ഒരു പക്ഷി തലയിൽ ഇരുന്നാൽ ഒരാൾ എങ്ങനെയിരിക്കുക? ഒരു പക്ഷി, നല്ലൊരു പക്ഷി എന്റെ തലയിൽ വന്നിരുന്നു, ഞാനത് പാറിപ്പോകാതിരിക്കാൻ എത്ര ജാഗ്രത കാണിക്കുമോ അതിലേറെ ജാഗ്രതയോടുകൂടിയായിരുന്നു പ്രവാചകന്റെ സദസ്സിൽ സഹാബാക്കൾ ഇരുന്നിരുന്നത്. അതൊരു ആസ്വാദനമാണ്. ആ ആസ്വാദനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആരാധനകളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ.
ഒരു അടിമ തന്റെ രക്ഷിതാവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം സുജൂദാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലെ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഈ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. സുജൂദ് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ പാടുള്ളൂ. ഒരു ശവകുടീരത്തിന്റെ മുന്നിൽ പാടില്ല, ഒരു വ്യക്തിയുടെ മുന്നിൽ പാടില്ല, ഒരു ഖബറിന്റെ മുന്നിൽ പാടില്ല, അതുപോലെ മറ്റൊന്നിന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. എത്രയോ ആളുകൾ മനുഷ്യരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദും അള്ളാഹുവും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമാണ്. ആ സമയത്ത് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകള് വർദ്ധിപ്പിക്കാൻ പറ്റിയ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകള്, ഇനി ആ പ്രാർത്ഥന അറിയില്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകള്, ഇനി സുന്നത്തായ നമസ്കാരമാണെങ്കിൽ മലയാളത്തിൽ പോലും പ്രാർത്ഥിക്കാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് അറബി അറിയില്ല, സുന്നത്തായ നമസ്കാരങ്ങളാണ് അവൻ നിർവഹിക്കുന്നത്. അവന് ഒരുപാട് വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയാനുണ്ട്. ദീർഘമായിട്ട് അവൻ അള്ളാഹുവിനോട് അങ്ങനെ പറയാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവും ആ മനുഷ്യനും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണമാണ്. ആ രഹസ്യ സംഭാഷണത്തിൽ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളുടെയും വ്യഥകളുടെയും വേദനകളുടെയും കെട്ട് ഭാണ്ഡം ഇറക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യനെ ആശ്വാസം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആണിനും പെണ്ണിനും ഒക്കെ ഈ ആശ്വാസവും സമാധാനവും ലഭിക്കണം. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സഹോദരിമാര്, അതുപോലെ സഹോദരങ്ങള്, കുട്ടികള് എല്ലാവരും ഈ പള്ളിയിൽ സമ്മേളിക്കുന്നത്. പരിശുദ്ധ റമദാൻ നമുക്ക് ഒരു ഇബാദത്തിന്റെ ഒരു മാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നമസ്കരിക്കാൻ കഴിയും, പക്ഷെ ദീർഘമായിട്ട് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്? സ്ത്രീകളും കുട്ടികളും എല്ലാവരും വരുന്നത് ഇവിടെ ആരാധനയിൽ മറ്റുള്ളവരോടൊപ്പം പങ്കുചേരുമ്പോ നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാകുകയും ആരാധനയിലൂടെ കൂടുതൽ ഭക്തിയും ആവേശവും നമുക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു വർഷത്തേക്കുള്ള വലിയ ഒരു കനപ്പെട്ട നമ്മുടെ കരുതിവെപ്പായിട്ട് ഈ ആരാധനകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആണും പെണ്ണും ആരായാലും അവർക്ക് പ്രതിഫലം ലഭിക്കും. ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കോ? പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല, തറാവീസ്കാരത്തിന് പോകാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയോടോ പെണ്ണിനോടോ പറയാൻ പറ്റുന്ന കാലാണോ? അല്ല. കാരണം ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതൊരു ഇരുണ്ട കാലമാണ്. ആ ഇരുണ്ട കാലം കഴിഞ്ഞു. ആളുകളൊക്കെ വിദ്യാഭ്യാസം നേടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും ആണും പെണ്ണൊക്കെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആരാധനകളുടെ ആ ചൈതന്യവും മധുരവും ഞങ്ങൾക്കും ലഭിക്കണമെന്ന ആവേശത്തോടു കൂടി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരു കാലമാണ്. മൻ ആമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മം ചെയ്താൽ, സ്വാലിഹായ കർമ്മം ചെയ്താൽ അവർക്ക് അള്ളാഹു ഏറ്റവും നല്ല ജീവിതം നൽകുമെന്നാണ്. ഇഹലോകത്തും പരലോകത്തും ഏറ്റവും നല്ല ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവർക്കാണ്. എന്താ ഈ അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ച കർമ്മങ്ങൾ. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് അമലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടില്ല. സൽക്കർമ്മമാവണമെങ്കിൽ ഒന്ന്, അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാവണം. രണ്ട്, അതിൽ ഇഖ്ലാസ് വേണം. മൂന്ന്, അത് എങ്ങനെയാണോ ചെയ്യാൻ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ആരാധനകളിൽ മുഴുകിക്കൊണ്ട് നമ്മുടെ ഈ പരിശുദ്ധ റമളാനിലെ വിലപ്പെട്ട ദിനരാത്രങ്ങൾ, നിമിഷങ്ങൾ ധന്യമാക്കുവാൻ, അതോടൊപ്പം ഈമാനിന്റെ ഒരു മധുരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ ഈ ക്ലാസ്സുകൾ കാരണമായി തീരണം. ഇനി അങ്ങോട്ട് 30 ദിവസവും ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഇവിടെ വിവിധ പണ്ഡിതന്മാര്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാര് നമുക്ക് ക്ലാസ് എടുക്കും. 10 മിനിറ്റ് ആണെങ്കിലും അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നമുക്കൊക്കെ തന്നെയും അത് വെളിച്ചമാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.